നമസ്കാരം. അസഹിഷ്ണുത പാട്ടത്തിനെടുത്തവർ ഒടുവിൽ രാജ്യം ആദരിക്കുന്ന നടൻ ഷാരൂഖ് ഖാന്റെ മേലും കുതിരകയറ്റം തുടങ്ങി. രാജ്യത്താകെ പരക്കുന്ന അസഹിഷ്ണുതയെക്കുറിച്ച് സൂചിപ്പിച്ച ഷാരൂഖിനോട് പാകിസ്ഥാനിലേക്ക് വിട്ടോളാനാണ് സംഘികളുടെ കൂട്ട ഉത്തരവ്. പേരിൽ തന്നെ വർഗീയത മുറ്റി നിൽക്കുന്ന കുറേ സംഘികൾ. സഹിഷ്ണുത എന്ന പദത്തോട് തന്നെ അസഹിഷ്ണുത തോന്നി തുടങ്ങിയവർ. ഷാരൂഖിനെ പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നവർ സ്വന്തം വേരിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നാളെ രണ്ടാം ഘട്ട വിധിയെഴുത്തിനായി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന ഇടങ്ങളിൽ നേതാക്കളും പാർട്ടിക്കാരുമെല്ലാം അവസാന വോട്ടും സ്വന്തമാക്കാനുള്ള അതീവ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ കൊച്ചി കോർപ്പറേഷനിൽ അവസാന ഘട്ടത്തിൽ കുടമുടച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാകും എന്ന തോന്നലായിപ്പോയി നേതാക്കൾക്ക്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പരിപാടികൾ തനിക്കത്ര പിടിക്കാറില്ലെന്ന് ഡെപ്യൂട്ടി മേയറും ഇത്തവണ സ്ഥാനാർത്ഥിത്വമേ കിട്ടാത്തയാളുമായ ബി ഭദ്ര വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ദേ വരുന്നു എയും ഐയുമെല്ലാം അതിൽ കയറി പിടിക്കാൻ. മേയർ ടോണി ചമ്മണിയും എൻ വേണുഗോപാലുമെല്ലാം ഭദ്രയെ ശരിപ്പെടുത്താൻ രംഗത്തെത്തി. ചമ്മണിയാണെങ്കിൽ ഭദ്രയ്ക്ക് സീറ്റു തന്നെ വിലക്കിയ നേതാവുമാണത്രേ. എന്തായാലും ഭദ്രയുടെ പ്രസ്താവന കേട്ട ഉടനെ ടോണി ചമ്മണി വാളെടുത്തു. അല്ല നീ ഏതേ കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി ഇളയ കുട്ടി. ഓ കണ്ടാ മൂത്തതാ. വേഗം പെറുക്കി എടുത്തോട്ട് വാ കുട്ടി. അയ്യോ എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോ. അതല്ല, അയാൾ ആരാ? തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിക്കടലയും അല്ല പട്ടുമ്പളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില്ല. അറിയാവോ? യഥാർത്ഥത്തില് ഇപ്പൊ എന്നോട് ഭദ്ര ഒരു മാസം മുമ്പ് പറഞ്ഞത് ടൈ കേരള എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ ഉയർന്ന ജോലി കിട്ടി, എനിക്കതാണ് ഇഷ്ടം, ഫിനാൻഷ്യലി നല്ല ഒരു ശമ്പളമെല്ലാം ഉണ്ട്, എനിക്ക് കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്നോട് മാത്രമല്ല ഹൈബീഡൻ MLA ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഭദ്ര മത്സരിക്കണില്ല എന്ന ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഭദ്രയോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതായത് പറഞ്ഞത്, അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കാതിരുന്നത്. അങ്ങനെ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇയാള് ശൗന്തലയ്ക്ക് പഠിക്കുക, താലിമ ഗർഭം കൊണ്ടോ ഇങ്ങോട്ട് മാറി. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും മുള്ളിലും തോണി. അതെ, എന്താ ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? അങ്ങനെ ഭദ്രയെ പേടിച്ച് പിന്മാറുന്നയാളൊന്നുമല്ല ടോണി ചമ്മണി. അതുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലിയും സ്വീകരിച്ച് ഒടുവിൽ തങ്ങളുടെ മേക്കിട്ട് കയറാൻ വിടുമോ? ചമ്മണി ഭദ്രയുടെയും ഭദ്ര ചമ്മണിയുടെയും വ്യക്തിത്വം, ഇന്റഗ്രിറ്റി തുടങ്ങിയ സംഗതികൾ പരസ്പരം പരിശോധിച്ച് സ്വയം ഒരു തീർപ്പിലെത്തി. എന്തായാലും കോർപ്പറേറ്റ് കസേരയിൽ കയറിയിരുന്ന് തെരഞ്ഞെടുപ്പ് തലേന്ന് നടത്തിയ തർക്കം ജോലിയിൽ നിന്ന് തന്നെ തുടങ്ങി. നവംബർ 1 മുതൽ ടൈ കേരളയ്ക്ക് വേണ്ടി ടൈ കേരള എന്ന കമ്പനിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾ. ടൈം ഉണ്ടല്ലോ, 5 years ആണല്ലോ. അത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. എനിക്ക് അത് ആ ജോബ് റെഡി ആയിട്ടിരിക്കുക തന്നെയാണ്. ഇന്നലെ മീഡിയയിൽ അത് കണ്ട് ടൈ കേരളയ്ക്ക് വേണ്ടി വന്ന പത്രസമ്മേളനം. അങ്ങനെയുള്ള ഒരാൾ എനിക്ക് ഗ്രൂപ്പിൻ്റെ ഒരു സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വയം പരിശോധിക്കണം. ആ രണ്ട് വൈരുദ്ധ്യവും, ഒന്ന് നവംബർ 1 ശേഷം ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറുമെന്ന് ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞാൽ ആ നിലയിൽ തന്നെ ഇന്നലെ പത്രങ്ങളിലൂടെ കണ്ടു, അവർക്ക് വേണ്ടിയുള്ള പത്രസമ്മേളനം കണ്ടു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്. പുതിയ അധികാര കേന്ദ്രത്തിലേക്ക് കണ്ണിടണമെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഞാൻ വേറെ അധികാര തവളങ്ങൾ അന്വേഷിക്കുകയല്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലല്ലോ അധികാര കേന്ദ്രങ്ങളിലേക്ക് ചെയ്യേണ്ടത്. എൻ്റെ ജോലി ഞാൻ റെഡിയായി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് എൻ്റെ സീറ്റിൽ നിന്ന്. വാസ്തവത്തിൽ ഞങ്ങൾ അത്ഭുതം കൂറുകയാണ്. ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തമ്മിൽ ചോദിക്കുന്നത് ഇലക്ഷൻ പ്രചരണത്തിൽ കൂടേണ്ട ഒരാളെന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറി പറഞ്ഞതെന്നാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ല. ടൈ കേരളയുടെ ഒരു സംഘടന, ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ എത്രയോ നാളുകൾക്ക് മുമ്പ് അവരവിടെ അപ്പോയിന്റ് ചെയ്ത് കാണണം. ഇലക്ഷൻ പ്രോസസ്സിന് മുമ്പ് അപ്പോയിന്റ്മെന്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ മത്സരിക്കാൻ സീറ്റ് തന്നില്ലെന്ന് പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം. സീറ്റ് ചോദിച്ചു കിട്ടിയില്ല എന്ന് കാണിക്കുന്നതിനുള്ളൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. മത്സരിക്കാൻ സീറ്റ് തന്നില്ലെന്ന് പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണ്. സീറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. ഭദ്ര എന്താണ് ഇന്നലെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ലാലി ചേച്ചിയും പത്മജ ചേച്ചിയും ലാലി ചേച്ചിയും ആണെങ്കിൽ അവരാണ് അതിന് ഉത്തമ ആളുകൾ എന്നുള്ളത് ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അവരാണെങ്കിൽ അത് നമുക്ക് യാതൊരു ഇതുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അത് അവർ രണ്ടുപേരും മാറിയല്ലോ, പിന്മാറി. അതിനുശേഷം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഓരോ വ്യക്തികളുടെ ഗുണനിലവാരം ആ വ്യക്തികൾ തന്നെ സ്വയം വെളിവാക്കുന്നുണ്ട്. വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മത്സരിച്ച് കൗൺസിലർമാരായി. അവർക്കൊന്നും ഒരു ഡെപ്യൂട്ടി മേയർഷിപ്പിൽ ഇരിക്കാൻ അവസരം ലഭിക്കാതെ വന്നിട്ടുണ്ട്. രണ്ടാം വട്ടം കൗൺസിലറായ 2 വനിതകൾ ഈ കൗൺസിലുണ്ടായി. ഡെലീന പിൻഹിറോ, സുജാ റോയ്. സെക്കൻഡ് ടൈം കൗൺസിലേഴ്സ്, അവർക്കും ആഗ്രഹമുണ്ടായി.
പക്ഷെ അവരൊക്കെ അങ്ങനെയൊന്നും പരാതി പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഒരാളെ കുറിച്ച് റീഡ് ചെയ്യുന്ന ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് എങ്ങനെ വായിച്ച് അറിയുന്നു, ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, ആ പരാതി ജഡ്ജ്മെന്റ് പറയലല്ലോ കഴിവ്. ലീഡ് ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. പരാജയബോധം എന്തോ ഒരു നേതാവ് പറഞ്ഞു, പരാജയം ഒളിപ്പിക്കുക. പരാജയം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സത്യസന്ധതയും കറപ്ഷൻ ഇല്ലായ്മയാണോ ഇനി എന്റെ പരാജയം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് പാർട്ടി കൂറ്, പാർട്ടിയോടുള്ള കൂറ് എന്ന് പറഞ്ഞത് ടോണി ചമ്മണി എന്നെ പഠിപ്പിക്കണ്ട. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റഗ്രിറ്റി ആർക്കാ ഇല്ലാത്തതെന്ന് ജനത്തിന് അറിയാൻ നന്നായിട്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല, അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ തന്നെ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇന്റഗ്രിറ്റി ആർക്കാ ഇല്ലാത്തതെന്ന് ജനത്തിന് അറിയാൻ നന്നായിട്ട്. പാർട്ടി കൂറല്ല. ടോണി ചമ്മണി എന്നെ പഠിപ്പിക്കണ്ട. ഇപ്പോൾ ഒന്നും ആകാൻ പറ്റാത്തവർ ഇപ്പോഴും ഈ പാർട്ടി പ്രവർത്തിക്കുന്നില്ലേ? ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാഞ്ഞിട്ടും ഈ പാർട്ടിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരില്ലേ? അപ്പോഴാണ് ഒരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലാതെ സൗഭാഗ്യം ലഭിക്കുന്നവർ. അദ്ദേഹം KSUവിൽ വലിയ അങ്ങനെ നേതാവായി വന്ന ഒരാളാണ്. അതല്ലാണ്ട് എനിക്ക് എൻ്റെ മുത്തച്ഛൻ കോൺഗ്രസ് ആണ്, എൻ്റെ അച്ഛൻ പ്രൊഫസർ M. അച്യുതൻ കാൻറ്റീനി, അദ്ദേഹം അടക്കം പലരുടെയും അധ്യാപകനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ അച്ഛൻ സ്ട്രോങ് കോൺഗ്രസ് ആണ്. അപ്പോൾ ആ കോൺഗ്രസ് അനുഭാവിയായിട്ടാണ് കുട്ടിക്കാലം മുതലേ നമ്മൾ വളർന്നു വന്നിരുന്നിരിക്കുന്നത്. നൈമിഷികമായി ഇത്തരം അഭിപ്രായം വരുമ്പോൾ തന്നെ താനാക്കിയ ഒരു പ്രസ്ഥാനത്തോട് അങ്ങനെ ചെയ്യാവോ എന്നൊരു ആത്മപരിശോധന അവരെല്ലാം നടത്തണം. അത് സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. കാണിച്ചേ ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാ? ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടിയാരെ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? ഞാൻ ഇന്നലെയും പറഞ്ഞത് ഒരു കാര്യമുള്ളൂല്ലോ, ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഒരു എനിക്ക് ഉൾക്കൊള്ളാൻ, അത് പലരുടെ സ്വഭാവം പലതുപോലെ. എൻ്റെ സ്വഭാവത്തിൻ്റെ രീതിക്ക് അതൊരു ഇത്തിരി ഒരു വിഷമമുള്ള കാര്യമാണ്. താനെന്തിനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? പാർട്ടിയോടുള്ള കൂറ് എന്ന് പറഞ്ഞത് ടോണി ചമ്മണി എന്നെ പഠിപ്പിക്കണ്ട. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിൽ നിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? തെരഞ്ഞെടുപ്പിന്റെ തലേനാളത്തെ ഈ ഗ്രൂപ്പ് യുദ്ധം എന്തിനാണ് എന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാർക്ക് കിട്ടുന്നത് ഒരേ ഒരു ഉത്തരമാണ്. അത് വനിതാ സംവരണമായതോടെ കൊച്ചി മേയർ പദവിയിലേക്ക് മറ്റൊരാളെ ഇരുത്താനുള്ള ശ്രമത്തെക്കുറിച്ചാണ്. ഭദ്രയെ മത്സരിപ്പിക്കുക പോലും ചെയ്യാതെ മാറ്റിയിരുത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൗമിനി ജെയിനിന് വേണ്ടിയാണത്രേ. ഗ്രൂപ്പ് യുദ്ധങ്ങളുടെയും ഭദ്രമായ തർക്കങ്ങളുടെയും ഇടയിൽ കിടന്ന് സൗമിനി ഞെരിപിരികൊള്ളുകയാണ്. ആരോടും വേദനകളൊന്നും പറയാതെ അവസാന വോട്ടും ഉറപ്പിച്ച് നടക്കുകയാണ് എ ഗ്രൂപ്പിന്റെ സ്വന്തം മേയർ സ്ഥാനാർത്ഥി. ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും സംസാരിക്കാനില്ല, കമൻസ് ഒന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടില്ല. ഞാൻ പ്രചരണത്തിൻ്റെ തിരക്കിലായിരുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ശരിയായ വിവരം അറിയില്ല. പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ. എൻ്റെ അടുത്ത് താല്പര്യമുണ്ടോ വീണ്ടും മത്സരിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ അറിയിച്ചത്. പക്ഷേ ഇന്ന സീറ്റ് വേണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും പദവികളോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ചിട്ട്. നീളംകുളം സീറ്റും ഞാൻ ഇന്ന സീറ്റെന്ന് ആവശ്യപ്പെട്ടിട്ട് തന്നതല്ല, അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ, എൻ്റെ വേദനയൊന്നും പറഞ്ഞില്ല ഞാൻ, വേനൽ നിലാവോടും പറഞ്ഞില്ല ഞാൻ. കോർപ്പറേഷനകത്ത് ഞങ്ങളെല്ലാവരും ഒരുപോലെ നിന്നിട്ടാണ് വർക്കുകളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് ഐക്യകണ്ഠേന തന്നെയാണ് പാസ്സാക്കാറുള്ളത്. കൗൺസിലിൽ വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് വിയോജിപ്പുള്ളവർ അവിടെ രേഖപ്പെടുത്താറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. വെറുതെ വെറുതെ ആരോടുമൊന്നും പറഞ്ഞില്ല ഞാൻ, ഒന്നും പറഞ്ഞില്ല ഞാൻ. സൗമിനിയുടെ വേദന എന്തായാലും എ ഗ്രൂപ്പുകാർ തിരിച്ചറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കസേര ഉറപ്പായാൽ ഐ ഗ്രൂപ്പുകാർ ചതിക്കാതിരുന്നാൽ മതി.
ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളിയുടെ സ്വപ്നങ്ങൾ. കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, BJP ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? ഒരു പാർട്ടിയായിട്ടും BJP ആയിട്ടൊന്നല്ല, ഒരു പാർട്ടിയായിട്ടും ഒരു ധാരണ ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല.